സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിയാറത്തും അവിടുത്തെ പേരിൽ സമർപ്പിക്കുന്ന സ്വലാത്ത്, സലാമ്, മദ്ഹ്, കീർത്തനങ്ങൾ ഇവയെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുന്നിടത്താണ് വിഷയം. തീർച്ചയായും അങ്ങനെയാണ് ശുഭ വിശ്വാസം. എന്നാൽ ഒരാളുടെ അഖീദ, ഒരാളുടെ മഹബത്ത്, അതാണ് സ്വലാത്തിന് മൂല്യം വർദ്ധിപ്പിക്കുന്നത്. മഹാന്മാര് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. സ്വലാത്ത്, സലാമ്, മദ്ഹ് ഇവയിൽ ഏറ്റവും കൂടുതൽ മൂല്യം ഏതിനാണ്? ഇത് മൂന്നും അഖീദയും മഹബത്തും അനുസരിച്ചാണ്. എന്നാൽ സ്വയം ഒരാൾ ചൊല്ലിത്തീർക്കുന്ന സ്വലാത്ത്, സലാമ്, മദ്ഹ് അതിന്റെ മുകളിലാണ് ഗദ്യരൂപത്തിൽ സ്വലാത്ത്, സലാമ്, മദ്ഹ് ഒരാൾ വിരചിക്കുന്നത്. കാരണം എന്ത്? 10,000 കാലശേഷം അത് അനുവർത്തിക്കാൻ കഴിയും, പിന്തുടരാൻ കഴിയും. അവരുടെയൊക്കെ പ്രതിഫലത്തിന്റെ വിഹിതം ഈ ഗദ്യരൂപത്തിൽ മദ്ഹ് എഴുതിയാൽ, ചരിത്രം എഴുതിയാൽ, സ്വലാത്ത്, സലാമ് ചെയ്താൽ സ്വീകരിക്കപ്പെടും. മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന വിധാനമാണ് ഖിയാമത്ത് നാൾ വരെ സത്യവിശ്വാസികൾക്ക് പാടി ആഘോഷിക്കാൻ പറ്റുന്ന വിധത്തിൽ സ്വലാത്ത്, സലാമ്, മദ്ഹിന്റെ ഗീതങ്ങളും കവിതകളും പദ്യങ്ങളും ബെയ്ത്തുകളും. ഇമാം ബൂസുരിയെ പോലെ എത്രയോ മഹാന്മാർ ഇന്നും മദ്ഹ് രംഗത്ത് അനശ്വരത്വം നേടിയവരാണ്. അത് പദ്യരൂപത്തിൽ കൊടുത്തതുകൊണ്ടാണ്. തൊട്ടു താഴെയാണ് ഗദ്യരൂപത്തിൽ, പുസ്തക രൂപത്തിൽ, വചന രൂപത്തിൽ. അല്ലാഹു തആല എല്ലാ വിഭാഗത്തിലും നമ്മെ എല്ലാവരെയും ഉയർത്തി സ്വീകരിക്കട്ടെ. ആമീൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.